ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഈ വീഡിയോസിലെല്ലാം മലയാളം ഫോൺസ് ആഡ് ചെയ്യില്ലേ, അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ടത് VN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. VN എന്ന് പറഞ്ഞ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ അടിയിലുള്ള പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഇമേജോ വീഡിയോസോ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ഈ ഒരു വീഡിയോ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലാണ് ഒരു ടെക്സ്റ്റ് ആവശ്യമുള്ളത്. അതിനായിട്ട് ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്താൽ ഇതുപോലെ കാണിക്കും. അതിൽ ബ്ലാങ്ക് ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതിൽ ഇങ്ങനെയാവും കാണിക്കുക. അതിൽ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, സ്ക്വയർ ഉണ്ട്. ഷോർട്സിനെല്ലാം നല്ലത് പോർട്രേറ്റ് ആണ്. ഞാനിവിടെ പോർട്രേറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം അടിയിലുള്ള ഡ്രോപ്പിൻ്റെ സിമ്പിൾ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ആണ്. അതിനുശേഷം ക്രിയേറ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ സൈഡിൽ ബ്രഷ്, ഒരു ആരോ അങ്ങനത്തെ എല്ലാം കാണിക്കുന്നത്. അതിൽ ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യല് കാലിഗ്രഫിയിൽ ഫ്ലോറൽ പിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ 5th ഐക്കൺ നമുക്ക് പ്രസ് ചെയ്താൽ ആ ബ്രഷിൻ്റെ കളേഴ്സ് നിങ്ങൾക്ക് വൈറ്റോ ബ്ലാക്കോ ഏതാ വേണ്ടത് ആ സൈസ് ആ കളറ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് വൈറ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഐക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്രഷിൻ്റെ സോഫ്റ്റ്നെസ് എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം ബ്രഷ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്കതിൻ്റെ സൈസും ഒപ്പാസിറ്റിയും സ്മൂത്ത്നെസ്സും എല്ലാം റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യൽ ഈ ബ്രഷിൻ്റെ സൈസ് എന്ന് പറയുന്നത് 45-ലൊക്കെയാണ് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഒന്ന് കറക്റ്റായിട്ട് കിട്ടുന്നത് പോലെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ സൈസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് 45 ആക്കി. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എങ്ങനെ വേണ്ടതെന്ന് എഴുതുക. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗാലറിയിലോട്ട് സേവ് ചെയ്യാം. അതിനായിട്ട് മേലെയുള്ള 3 ഡോട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് എക്സ്പോർട്ട് എന്നുള്ളത് പ്രസ് ചെയ്യുക. അതിനുശേഷം അതിൽ നെയിം, ടൈപ്പ്, ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഓഫാക്കിയിട്ട് തന്നെ ഇടണം കേട്ടോ. പിന്നെ ടൈപ്പ് ഞാൻ PNG തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് സേവ് ഇമേജ് കൊടുത്ത് അപ്പോൾ നമ്മുടെ ഗാലറിയിലോട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്യും. അപ്പോൾ ഫോട്ടോസ് എടുത്തിട്ട് നോക്കി നോക്കുക. അതാ ആഡ് ആയിട്ടുണ്ട് കേട്ടോ ഫോട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇത് നമുക്ക് ഇനി VNലോട്ട് അപ്ലോഡ് ചെയ്യാം. അതിനായി VN ഓപ്പൺ ചെയ്യുക. നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള ഇമേജിൽ തന്നെ ആ ഫോട്ടോസ് ആഡ് ചെയ്യുന്ന ഭാഗം എടുക്കുക. എന്നിട്ട് ഫോട്ടോസ് കൊടുക്കുക. നേരത്തെ സേവ് ചെയ്തിട്ടുള്ള ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത് കൊണ്ട് ഈ ഒരു ആംഗിളിലാണ് വന്നിട്ടുള്ളത്. അതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കുക, ഇതിലുള്ള ലെറ്റേഴ്സ് എല്ലാം ഒരു ഫെയ്ഡഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് ബ്രൈറ്റ്നസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യാറ് ഫിൽറ്റർ സെലക്ട് ചെയ്യും. ഫിൽറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ് ആണ് കേട്ടോ ഞാൻ എടുക്കൽ. അഡ്ജസ്റ്റിൽ എക്സ്പോഷറും കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ്സും എല്ലാം ഒന്ന് കൂട്ടി കൊടുക്കും. അപ്പോൾ ഇതിനി നമുക്ക് ജസ്റ്റ് സേവ് ചെയ്തിട്ട് ഗാലറിക്ക് എടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡൂഡിൽ എഫക്റ്റ് എങ്ങനെയെന്ന് ചെയ്യാമെന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.